നമ്മൾ പഴയ ത്രില്ലർ പടങ്ങൾ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണെന്ന് ഒരു പഴയ ഇംഗ്ലീഷ് ത്രില്ലർ സിനിമ എന്ന് പരിചയപ്പെടുത്താം. അത്ര നല്ല നിരൂപക പ്രശംസയൊന്നും ഇറങ്ങിയ ടൈമിൽ കിട്ടാത്ത ഒരു പടമാണ്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ ഒരു അണ്ടർ റേറ്റഡ് എന്ന് പറയാവുന്ന ഒരു കിടിലൻ ഇംഗ്ലീഷ് ത്രില്ലർ പടം. ഇത് ലിബിയുടെ കഥയാണ്. അവളുടെ ഭർത്താവ് നിക്ക്, അവർക്കൊരു 4 വയസ്സുള്ള മകനുണ്ട് മാഡി. വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബമാണ്. കുട്ടിയെ നോക്കാനായിട്ട് കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ഒരു വീക്കെൻഡ് രാത്രി റൊമാൻറ്റിക് ആയിട്ട് ചെലവഴിക്കാൻ വേണ്ടി ഒരു ഭാര്യ ഭർത്താവും കൂടി ഒരു ബോട്ടിൽ കടലിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് ഉറക്കമുണർന്ന ലിബിക്ക് ഭർത്താവിനെ ബോട്ടിലെങ്ങും കാണാൻ കഴിഞ്ഞില്ല. പകരം എല്ലായിടത്തും നിറയെ ബ്ലഡ് കിടക്കുന്ന കണ്ടു. ആരോ ഭർത്താവിനെ കൊന്ന് കടലിൽ എറിഞ്ഞിരിക്കുകയാണെന്ന് അവള് മനസ്സിലാക്കി. ബോട്ടിൽ ചോരക്കറയുള്ള ഒരു കത്തിയും കണ്ടെത്തി. പെട്ടെന്ന് അവിടേക്ക് കോസ്റ്റ് ഗാർഡ്സ് എത്തുന്നു. സ്വാഭാവികമായിട്ടും ആ കൊലപാതകത്തിന് അവൾ തന്നെ കുറ്റക്കാരിയാവുന്നു. എങ്ങനെ ലിബി തന്റെ നിരപരാധിത്വം തെളിയിക്കും? ആരാണ് അവളുടെ ഭർത്താവിനെ കൊന്നത്? ഈ കഥയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1999 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ ഡബിൾ ജെപ്പഡി. ഞാൻ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഓവറായിട്ട് പറഞ്ഞ് സ്പോയിലേഴ്സ് ഒന്നും ആക്കിയിട്ടില്ല. കാരണം കഥ ഇങ്ങനെ വിശാലമായിട്ട് നീണ്ടു കിടപ്പുണ്ട്. വളരെ എൻഗേജിംഗ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മികച്ച ത്രില്ലറാണ് ഈ പടം. ഒട്ടും തന്നെ നിങ്ങളെ ബോറടിപ്പിക്കുകയൊന്നും ചെയ്യില്ല. എന്റർടൈനിങ്ങുമാണ്. പടം റിലീസായ ഒരു കാലഘട്ടം കൂടി പരിഗണിക്കുമ്പോൾ ഒരു കിടിലൻ മിസ്റ്ററി ത്രില്ലർ തന്നെ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. ലിബിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആഷ്ലി ജഡ് ആണ്. തന്റെ കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സ്ത്രീയാണ്. കിടു പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരുടേത്. ആക്ഷൻ സീനുകളൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ട്രാവിസ് ലേമാൻ എന്ന കഥാപാത്രമായിട്ട് ഒരു പരോൾ ഓഫീസറാണ്. ആ കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് ടോമി ലീ ജോൺസ് ആണ്. പുള്ളി നൈസ് ആയിരുന്നു. ബ്രൂസ് ഗ്രീൻവുഡ് ആണ് ലിബിയുടെ ഭർത്താവ് നിക്ക് ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ബ്രൂസ് ബസ്ഫോർഡ് ആണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പീറ്റർ ജെയിംസ് ആണ് ഇതിന്റെ ക്യാമറ. മാർക്ക് വോണർ ആണ് എഡിറ്റിംഗ്. ഇതിന്റെ ഒരു റെട്രോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെയും നൈസ് ആയിരുന്നു. സോ ടെക്നിക്കലി നൈസ് ആയിട്ടുള്ള പടം തന്നെയാണ്. ഇറങ്ങിയ സമയത്ത് ഒരു മിക്സഡ് റിവ്യൂ ലഭിച്ച ഒരു പടമാണ്. പക്ഷെ ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പഴയ പടമാണ്. അവിടെയൊക്കെ കുറെ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ബുദ്ധിമതിയായിട്ടുള്ള നായിക അവസാനം എന്തുകൊണ്ട് പിന്നെയും അയാളെ വിശ്വസിച്ചു, എന്തുകൊണ്ട് ഇത്രയും കുരുട്ട് ബുദ്ധിയുള്ള വില്ലൻ അവളെ ഇടയ്ക്ക് കൊല്ലാതെ വിട്ടുകളഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സംശയമായിട്ട് തോന്നാം. എങ്കിലും അതൊന്നും ഓവറായിട്ട് ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. പടം കാണുന്ന ഒരു ഫ്ലോയിൽ നമ്മളതെല്ലാം കണ്ടുപോകുന്നുണ്ട്. എനിക്ക് പഴയ പടങ്ങൾ കാണാനായിട്ട് ഇഷ്ടമാണ്. പഴയ കാലത്തേക്ക് പോയ ഒരു ഫീല് നമുക്ക് തരും. അതുപോലെ നമ്മളിങ്ങനെ പഴയ പടങ്ങൾ കാണുമ്പോൾ ആ സിനിമ ഇറങ്ങിയ കാലഘട്ടം കൂടി പരിഗണിച്ച് വേണം സിനിമകൾ കാണാനായിട്ട്. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ പിന്നീട് പല പടങ്ങളിൽ ഈ പറയുന്ന പഴയ പല പടങ്ങളുടെയും ഷെയ്ഡ്സ് ഉള്ള സീനുകൾ അല്ലെങ്കിൽ പ്ലോട്ട് ഒക്കെ ഉണ്ടാവും. സോ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫീൽ ഒന്നും ഉണ്ടാവില്ല എന്ന കാര്യം ഓർക്കുക. ഓവറോൾ ഒരു നല്ല ത്രില്ലറാണ്. ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടമാണ് ഡബിൾ ജെപ്പഡി. കുറെ പേർ ഈ പടം കണ്ടുണ്ടാവും. എങ്കിലും ത്രില്ലർ ലവേഴ്സ് ആരെങ്കിലും ഇത് കാണാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് റെന്റിൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണുക. ഞാനിതൊരു 5-8 കൊല്ലം മുമ്പ് കണ്ടതാണ്. കണ്ട ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. 1 മണിക്കൂർ 45 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ ഇത് 18+ ഒന്നും അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാണ്.